നിനക്കായിരുന്നു ഇവിടുന്ന് പതിവിന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇന്നെനിക്ക് പണിയാകും. എന്തേ ഏത് ഷാമ്പൂട്ട വിളിച്ച്? നല്ല മണമുണ്ടല്ല. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? വെറുതെ ചുമ്മാ. ഒന്ന് മാറും അവിടുന്ന്. ഇവിടുത്തെ ഇങ്ങോട്ട് വന്ന്. ഈയിടായിട്ട് നിനക്ക് ഭയങ്കര ക്ഷീണം കേട്ടാ. നമുക്കേ പാല് ഹോർലിക്സ് ഇട്ട് കുടിച്ചാലാ രാത്രി? മോക്ക് ബൂസ്റ്റ് ഇട്ട് തരാ. മോളെ ചിന്നു പുതിയ റിമോട്ട് കാർ വാങ്ങിച്ച് കണ്ടായിരുന്ന സുശീലങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്. അതാ പോയി മോളെ നോക്കിട്ടൊന്നേ. മോളെ സൂക്ഷിച്ചേ. ഹടവാണ് ഇതൊക്കെയല്ലേ? അതെ, ഞാനൊരു മാസികയിൽ വായിച്ചായിരുന്നു. ദിവസം 3 മണിക്കൂറെങ്കിലും ഭാര്യയായിട്ട് ചെലവഴിക്കും, അവളെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന്. അതേത് മാസിക? മുത്തുച്ചിപ്പി മുത്ത് അല്ല, ഏതോ ഒരു മാസിക. സ്നേഹിച്ചാലോ? അതെ പണിപ്പാടി. ഒന്ന് പോയി അവിടുന്ന്. എന്റെ സോഫ. സോറി. 2 ലക്ഷം രൂപ, നിന്റെ 2 വള. എന്നാലും എന്റെ ആ നായക വേഷം. അതെ, അത് പോയത് നന്നായി. അതെന്താ സുനിത നീ അങ്ങനെ പറയണത്? അല്ലെങ്കിൽ ഈ മോന്തം വെച്ച് വേണ്ടേ അഭിനയിക്കാൻ? അതെ, ഒരു പുതിയ സംരംഭം. എന്ത്? ഒരു പുതിയ ബിസിനസ്. നിങ്ങൾ ഒരിക്കലും നന്നാവൂല. എത്ര കിട്ടിയാലും പഠിക്കുകയില്ല. ആശ്വസിപ്പിക്കാൻ വന്ന് എന്നെ പറഞ്ഞാ മതി. എന്തു പറ്റി മോളെ? അമ്മയുടെ മോനെ ഒരു കാലത്തും നന്നാവൂല. എത്ര കിട്ടിയാലും പഠിക്കുകയില്ല. നീ അവന്റെ താളത്തിന് തുള്ളരുത്, നീ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. നീ പിന്നെ അവന്റെ വലയിൽ വീണ്ടും വീഴൂ. ഇനി ഞാൻ വീഴത്തില്ല, അടവുമായിട്ട് വരട്ടെ. ഹോ, നമ്മുടെ വീട്ടിൽ നിന്നൊരു സിനിമാ നടൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചതാ. ആ പ്രതീക്ഷയും പോയി. ഹോ, ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതെന്താടി സുഷു? ഞാൻ കുറച്ചു പേരോട് പറഞ്ഞു പോയി. അവരിപ്പോ ഈ നാട്ടിലെല്ലാം നോട്ടീസ് ആക്കിയിട്ടുണ്ടാവും. അല്ല, ഇനിയാണേലും സിനിമയിൽ അഭിനയിക്കാലോ. സ്നേഹേ, സ്നേഹേ, ഇന്നെന്താ എഴുന്നേക്കാൻ വൈകിയോ? അതോ ഒന്ന് പോയിച്ച്. ഹായ് സുഷു. സുഷു ഒന്നും മിനിങ്ങിട്ടുണ്ടല്ലേ? ഇങ്ങ് തന്നേച്ചി. സ്നേഹേ, ആഹാ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ടീച്ചർ നല്ല ഹാപ്പി ആണല്ലോ. നാളെയും പോണ്ടേ? സുശീലേട്ടനുണ്ടോ അവിടെ? ഇല്ലല്ലോ, ഇവിടുത്തെ ആൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ കാണും. ചേച്ചി, മറ്റു പത്രം ഞാൻ പിന്നെ തരാം കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട്. പിന്നെന്താ? ആഹാ, ഇവിടെ വന്ന് കിടക്കുമായിരുന്നോ? ചേട്ടൻ അത് ഇതുവരെ വിട്ടില്ലേ? എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? എന്താണെങ്കിലും പറയ്. ഞാനേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? നമ്മുടെ മോക്ക് ഇപ്പൊ എത്ര വയസ്സായി? 5 വയസ്സ്. അച്ഛനായ നിങ്ങൾക്ക് ഇത് ഇതുവരെ അറിഞ്ഞൂടെ? ഓ, വലിയ ബിസിനസ്സുകാരനല്ലേ. അതിനിടയ്ക്ക് കുട്ടിയുടെ കാര്യമൊക്കെ എവിടെ ആലോചിക്കാൻ? സോറി, അറിഞ്ഞില്ല. അതല്ലടി, നമ്മുടെ മോള് എന്നോട് ചോദിക്കണേ. എന്ത്? ഞാനതെങ്ങനെ പറയും? നിങ്ങൾ കാര്യം പറയട്ടാ.
അവളെന്നോട് ചോദിക്കണേ അവക്കൊരു അഞ്ഞുകുട്ടനെ വേണോന്ന്. ഞാൻ ഷോക്കായി പോയി. അയ്യടാ കൊച്ചു പറഞ്ഞു ആ പൂതി മനസ്സിലിരിക്കുള്ളൂ. ഇവിടെ ഒന്നിനെ തന്നെ പോറ്റാൻ പറ്റുന്നില്ല. ആദ്യം നന്നാവ്. ഗോപി സാറാ എന്ത് ചെയ്തിട്ടും മേനെയാവറ. നീ വേറെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ. എന്റെ പൊന്നെ ഗോപി സാറേ, സാറിന്റെ ഒക്കെ ഈ സൈഡിൽ ഒന്ന് കിടക്കുന്നതാണ്. അതൊരു പ്രത്യേകതര എക്സസൈസിലൂടെ ഇവിടെ കൊണ്ടുവരും. ഇത് കണ്ട കഷ്ടപ്പെടാതെ കാര്യങ്ങൾ നടക്കില്ല. നോക്ക് പറയട്ടെ. എക്സസൈസിലൂടെ ഇത് നമ്മൾ കൊണ്ടുപോകണം. കണ്ട ചെയ് പൊന്നെ ചത്തേനല്ലിപ്പ. എടാ നീ പെൺപിള്ളേരൊക്കെ എങ്ങനെ വളയ്ക്കണം? അതിനെ ശരിക്കും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഞാൻ 2-3 എക്സസൈസ് സാറിന് പറഞ്ഞുതരാം. സാറ് മുടക്കാതെ ചെയ്താൽ മതി. ഓക്കെ? ഇതൊക്കെ ശരിയാവൂലടാ. പിന്നെ അത് ഇവിടെ വരും. എടാ ഞാനേ ഇന്ന് തന്നെ ഐശ്വര്യായിട്ട് അങ്ങോട്ട് തുടങ്ങാം. അത് വിളിക്കും. നീ ഒന്ന് പറഞ്ഞു തന്നാ മതി. ബാപ്പോ വാ. സാറേ 2 പ്രാവശ്യം അടുപ്പിച്ച് മാറിക്കോളൂ. ആദ്യം വയറോറിയാണല്ലോ അങ്ങോട്ട് ചെയ്യാം നമുക്ക്. ഏത് ആ ഇരുന്നുണ്ടുള്ളത് ഇത്? ആഹാ അത് ചെയ്തു. അതന്നെ അങ്ങനെ. എടാ ഇപ്പൊ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാന്ന് നോക്കി. പിന്നെ കുറഞ്ഞ്. സാറേ അങ്ങനെ തന്നെ ചെയ്തോ. അത് തന്നെ. വേറെന്ത് കാട്ടി കുറയാനാ? 6 പാക്ക് ഇവിടെ പോന്നെ. 2 എക്സസൈസ് എടുത്തേക്കാം. മാങ്ങൂട്ടിക്കണായിരുന്നു ഞാൻ പൊട്ടിച്ചേച്ചി. പിന്നെ എനിക്ക് എന്നെ എത്തണില്ല. പിന്നെയാണ് നിനക്ക്. എടാ നിങ്ങൾ രണ്ടാളും കൂടെ രാവിലെ എങ്ങോട്ടാ പോയത്? അറിഞ്ഞില്ലേ? ഞങ്ങൾ എക്സസൈസ് തുടങ്ങി. പുള്ളിക്ക് 6 പാക്ക് വരുത്തി അടങ്ങുള്ളൂ. ഞാനൊന്ന് 2 ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേന്ന് ചെയ്യലാണ് എക്സസൈസ്. പിന്നെ നടന്നത് തന്നെ. എടാ നിന്നോട് റീൽസ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു? ഇപ്പൊ എടുക്കാം. എടാ വീഡിയോ ഇട്ടില്ലെങ്കിൽ റീച്ച് പോവും. ഞാനുള്ള വീഡിയോയിലല്ലേ റീച്ച് കൂടുതല്. പിന്നെ എന്നാ വാ നമുക്ക് റീൽസ് എടുക്കാം. എന്നാ വാ. മാങ്ങ പിന്നെ പറിക്കാം. എടാ ഈ പാട്ടല്ലേ? എടാ സ്റ്റാൻഡ് എടുക്കടാ. സ്റ്റെപ്പ് ഓക്കെ ചേച്ചി. എവിടെ വെച്ചേക്കട്ടെ? അവിടെ വെക്ക്. റൈഡർ കണ്ണാപ്പി വർഷേ റൈഡർ കണ്ണാപ്പി. ഇത് നീ കളിക്കണേ. ഏത്? അത് ഞാൻ കളിച്ചോളാം. വന്നുണ്ട് 6 പാക്ക്. അമ്മേ ഇത് ആരാണ് ചേച്ചി വെക്കണേട്ടാ. വെച്ചേ
1 2 3. ശരി നോക്കട്ടെ. നോക്ക് കണ്ട. ആ ആ ആ ആ അയ്യോ ഏ നിന്റെ അമ്മോ. അശ്ശോ. വാ, വാ. നീ അമ്മോ, പണി ഒറ്റ പാടി. കാരണം. ഞാൻ എന്ത് ചെയ്ത്? അങ്ങേരോട് ഞാൻ പറഞ്ഞതാ. ഈശ്വരാ. പണി പാടിയാ. ആ വാ. ഞാൻ പിടിക്കാം. ആ. പൊങ്ങണില്ലല്ലോ. പണ്ട് ഇതാരും ഇത് പൊങ്ങണില്ല. വിളിക്കാ. സുശീലേട്ടാ, പൊങ്ങണ്ടേ? പൊങ്ങണില്ല നിങ്ങള്. ശ്ശോ. രാധുവല്ലേ വിളിക്കണത്? എന്തു പറ്റിന്നാവോ? അയ്യോ എന്റെ പൊന്നു സാറേ. ഇത് പൊങ്ങുന്നില്ലല്ലോ. പയ്യ എടാ വാടാ. എന്താടാ മോനെ അമ്മ. ആരാന്നല്ലോ വിളിക്കണേ? എന്തു പറ്റിയത്? ഞങ്ങൾക്കില്ലേ വിഷമിക്കില്ലേ? അത് ശരിയാണല്ലോ. ഓ, ഇത് എന്തു പറ്റിയതാണത്? ഓ, എനിക്ക് ആരാ കരയുന്നേ? അയ്യോ ഗോപിയേട്ടൻ. അയ്യോ ആ എന്തായാലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി എനിട്ടടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നീ ഒറ്റ സാറില്ല സാറേ. എന്തു പറ്റിയതാണ് സാറേ? ശരീരനങ്ങാത്ത മനുഷ്യനാ. എന്ത് പറ്റിയെന്ന് ആർക്കറിയാം? ഈ ഞായറാഴ്ച ഏത് ഹോസ്പിറ്റലിൽ പോകാനാ? നമുക്ക് ലിസ ഡോക്ടറെ അടുത്ത് പോയാലോ? വിഷമിക്കില്ല രാധ, വിഷമിക്കില്ല, ഞാനില്ലേ. സാർ പേടിക്കട്ടാ. സാർ വിഷമിക്കില്ലേ, ഞങ്ങൾക്കില്ലേ. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. വേദന ഉണ്ടോ? സാറേ മുറുക്കി പിടിച്ചോട്ടാ. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക്. ഓണത്തിന്റെ ഇടയിൽ അവന്റെ ഒരു പൂട്ടുകച്ചവടം കണ്ടില്ലേ? ഇവനിപ്പോ എവിടുന്നാ? സാരമില്ല സാരമില്ല. കള്ളപ്പം വിടോ. സമ്മതിക്കില്ല. മാറിക്കങ്ങട്. എടാ, ഡോറ് തുറക്കടാ. വാ. കേറിക്കോ സാർ, കേറിക്കോ കേറിക്കോ കേറിക്കോ. കേറിക്കോ പയ്യെ കേറ്. കേറിക്കോട്ടാ. കേറിക്കോ. രാധം കേറിക്കോ, രാധം കേറിക്കോ. കേറി. അയ്യോ കൊള്ളാം. സാറേ ടെൻഷൻ അടിക്കണ്ടട്ടാ. കേറിയോ? വിഷമിക്കണ്ടട്ടാ. നടുപോയേ. സാറേ കുഴപ്പമൊന്നുമില്ല. ചാൻസ് ആയിരുന്നു. ദേ പോക്കത്ര ശരിയല്ലട്ടാ. പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരണേ. ഇങ്ങോട്ട് വരട്ടെ. ഇനി അയാളായിട്ടൊരു പരിപാടിയില്ല. ഇത് അയാൾക്ക് ഞാൻ കൊടുക്കേയില്ല. ആ സ്നേഹ ചേച്ചിനെ ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ എന്റെ അമ്മ. ഇതിന് എന്ത് ചെയ്യും ഞാൻ? ആ നോക്കാം. അയ്യോ സുഷു. സുഷുമായിട്ടൊന്ന് കൂടിയാല. വിളിച്ചു നോക്കാം. സുഷു വന്നേ. എന്നാടാ? വന്നേന്ന്. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഒരു കാര്യം പറ്റേ. വന്നേ ഏ വന്നേ. വാ സുഷു, നമുക്കൊന്ന് കൂടിയാല. കൂടിയാലെന്നോ? എന്തു കൂടാൻ? അല്ല, സുഷുവിനും ജീവിതത്തിൽ സന്തോഷമൊക്കെ വേണ്ടേ? എത്ര കാലായി ഇവിടെ ഒറ്റന്തടിയായിട്ടിരിക്കണ്. അതിന് അതെ, നാറ്റിക്കരുത്. ഇപ്പൊ ഇവിടെ ആരുമില്ലല്ല. ആദ്യം സാധനം കാണും, എന്നിട്ട് പറ. എടാ വൃത്തി കെട്ടാനെ. ഇതെന്താ പറയണ? ഞാൻ അത്രക്കാരെ അല്ലാട്ടോ. ഊഫ്, ഒന്ന് വന്നേ വന്നേ, ഒന്ന് പതുക്കെ പറ. ജാനുച്ചേക്കൂന്ന് കേക്കട്ടടാ. നിന്റെ സ്വഭാവം എല്ലാരും അറിയട്ടെ. ഓ ഒരു പൂതി. സുഷു അടിക്കുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം.
ആദി സാധനം കാണ് എന്നിട്ട് പറ. ദേ, അയ്യോ ഓ, ഛെ, എന്ത്? ആരെങ്കിലും വരുവടാ താത്തടാ. കണ്ടടേ, ഇതാണ്. ഇതാണോ? ഹോ, എന്റെ ശ്വാസം അങ്ങ് പോയി. ഒന്ന് പിടിച്ചാടാ. ഓ, എന്തത്? ഇതായിരുന്നോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നല്ല ജീവൻ പോയിന്നാ? ഇത് ജീവൻ വെക്കാനുള്ള സാധനാണ്. മിലിറ്ററി ആണ് അകത്ത്. ഓ, സുഷു പോയി ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാ. പോയി വാ സുഷു. ടച്ചിങ്സ് കൂടെ എടുത്തേക്ക്. ടച്ചിങ്സ്. ഓക്കേ. ഇത് കഴിച്ചു നോക്കൂ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു വാ. വിഷമിക്കല്ലേ? എന്താ പറ്റിയത്? ഒന്ന് വീണതാ ഡോക്ടറെ. ഒന്ന് എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചാണ് ഡോക്ടറെ. എടാ രാധു രാധു പുറത്തുണ്ട്. അങ്ങോട്ട് കിടത്തിക്കോ. പിന്നെ രോഗിയുടെ കൂടെ ഒരാൾ മതി. ഡോക്ടർ പോരുമെന്ന് നോക്കും. പേടിക്കാനൊന്നുമില്ല. നട്ടലിന് ചിലപ്പോൾ പൊട്ടലൊക്കെ ഉണ്ടാവുള്ളൂ. രാധു പുറത്തുണ്ടെന്നേ. അടങ്ങി കിടന്നേ. അറിയാണ്ട് എടുക്ക്. ഡോക്ടർ പോരും. ഡോക്ടറെ ഡോക്ടർ വന്നു. രോഗിയുടെ കൂടെ ഒരാൾ നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ? നോക്ക് ഡോക്ടറെ. അയ്യോ രാധു എന്തിയാടാ? രാധു അയ്യോ അയ്യോ എക്സ്റേ എടുക്കണം. എല്ലിന് ഫ്രാക്ചർ നടു അധികം അനക്കണ്ട കേട്ടോ. രാധു എന്തിയാടാ? രാധു അവിടെ സുധീഷുണ്ടെന്ന് പേടിക്കണ്ട. അയ്യോ സുധീഷ നോക്കണം. അയ്യോ അയ്യോ അമ്മേ. അയ്യോ രാധു എടിയേ. അയ്യോ ഗോപി സാറേ, രാധുവിനെ സുധീഷിനെ അവിടെ കാണുന്നില്ല. അയ്യോ അവിടേക്ക് നോക്കി സാറേ. ഇനി അവളെ കൊണ്ട് അവൻ മുങ്ങിക്കാണും. അയ്യോ നടുവതി ഇളക്കല്ലേ? നാട്ടുവാണ് കഥ കാണുന്നത്. എന്റെ ദൈവമേ, എന്റെ ജീവിതം.